അവരോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി നഗരസഭ മുന്നോട്ട് പോകുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനം മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപായി മാലിന്യരഹിത നഗരസഭയാകാനുള്ള ഊർജിത പ്രവർത്തനങ്ങളുമായി പെരിന്തൽമണ്ണ നഗരസഭ. നഗരത്തെ മാലിന്യമുക്തമാക്കാൻ ജനങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. മാർച്ച് 30-ന് കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപനം നടത്താനുള്ള ഒരുക്കത്തിലാണ് മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്തമാകാനുള്ള പ്രവൃത്തികൾ തുടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ നഗരസഭയും മാലിന്യരഹിതമാകാനുള്ള ഊർജിത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. മാർച്ച് 28-ന് നഗരസഭയെ മാലിന്യമുക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരസഭാ ഭരണസമിതി. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഹരിത ടൗൺ പ്രഖ്യാപന പരിപാടി ആലോചന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. നഗരസഭാ ചെയർമാൻ പി ഷാജി യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാലിന്യ സംസ്കരണത്തിൽ നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ നഗരസഭയാണ് പെരിന്തൽമണ്ണ നഗരസഭ. ഹരിത കർമ്മസേനക്കാർ ജൈവ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സംസ്ഥാനത്തെ ചുരുക്കം ചില നഗരസഭകളിലൊന്നായ പെരിന്തൽമണ്ണ നഗരസഭ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹരിത കർമ്മസേനാംഗങ്ങളുള്ള നഗരസഭയും. ഓരോ വാർഡുകളും കേന്ദ്രീകരിച്ചാണ് നഗരസഭയിൽ മാലിന്യമുക്ത പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. തുടർന്ന് ഓരോ യൂണിറ്റുകളായി നഗരത്തിലും മാലിന്യ സംസ്കരണം യാഥാർത്ഥ്യമാക്കും. നഗരത്തെ മാലിന്യത്തിന്റെ പിടിയിൽ നിന്നും പൂർണ്ണമായും മുക്തമാക്കണമെങ്കിൽ ജനങ്ങളുടെ സഹകരണം കൂടി ആവശ്യമാണെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു. ഈ മാർച്ച് 30, അതായത് 2025 മാർച്ച് 30-ന് നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്തമാവാൻ വേണ്ടി പോവാണ്. അതിൻ്റെ പ്രഖ്യാപനം വരാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും അതിൻ്റെ വലിയ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ കൂടെയാണ് പെരിന്തൽമണ്ണ നഗരസഭ ഉള്ളത്. മാർച്ച് 30-നാണ് സംസ്ഥാനം പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം അതിൻ്റെ കൂടെ നിൽക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ നഗരസഭ മാർച്ച് 28-ന് തന്നെ മാലിന്യമുക്തമാവാൻ വേണ്ടിയുള്ള അതിൻ്റെ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഊർജിതമായ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാർഡുകൾ, ഓരോ വാർഡുകളും എടുത്ത് ആദ്യം മാലിന്യമുക്തമാണെന്ന് പ്രഖ്യാപിക്കും. അതിനുശേഷം നഗരത്തെ ഒരു യൂണിറ്റായി എടുത്ത് മാലിന്യമുക്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സംസ്ഥാനത്ത് മാലിന്യമുക്ത പരിപാടികൾ ഏറ്റവും മികച്ച രൂപത്തിൽ സംഘടിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള നഗരസഭയാണ് നമ്മുടേത്. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. നമുക്കാണ് നല്ല ഹരിത കർമ്മസേന വളരെ നേരത്തെ തന്നെ ഉണ്ട്. ഇപ്പോൾ വളരെ ഫലപ്രദമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ജൈവ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന വളരെ വിരലിലെണ്ണാവുന്ന സംസ്ഥാനത്തെ തന്നെ നഗരസഭകളിൽ ഒന്നാണ് നമ്മുടേത്. ജില്ലയിലെ ഏക നഗരസഭയാണ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഖ്യാപനം വലിയൊരു ടാസ്ക് അല്ല. എന്നാൽ ജനങ്ങളുടെ സഹായം അനിവാര്യമാണ്. നമ്മുടെ പൊതുജനങ്ങൾ ഇതുമായി നന്നായി സഹകരിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്തരം നേട്ടങ്ങൾ നേടാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ പ്രയാസകരമെന്ന് പറയട്ടെ, നല്ല രീതിയിൽ ജനങ്ങൾ സഹകരിക്കുമ്പോഴും ഒരു വളരെ ചെറിയ ശതമാനം ആളുകൾ ഇപ്പോഴും ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. അവരോട് ഞാൻ പലതവണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ എന്ന നിലയ്ക്ക് പലതരത്തിൽ വേദികളിലും അവരോട് അഭ്യർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. അവരോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി നഗരസഭ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ സഹകരണം വളരെ അനിവാര്യമാണ്. ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുഖം തിരിഞ്ഞു നിൽക്കാതെ നമ്മുടെ നഗരത്തോടൊപ്പം, നഗരസഭയോടൊപ്പം, നമ്മുടെ സംസ്ഥാനത്തോടൊപ്പം, സംസ്ഥാന സർക്കാരിനോടൊപ്പം മുന്നോട്ട് വരണമെന്നാണ് എനിക്കവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വരുന്ന മാർച്ച് 28-ന് പെരിന്തൽമണ്ണ നഗരസഭയെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളും, പെരിന്തൽമണ്ണയിലേക്ക് വരുന്ന മുഴുവൻ ആളുകളും പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ, ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ, മറ്റ് കൗൺസിലർമാർ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC Heart Hospital.
മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ.